രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ഇന്ന് ഉത്തരവിറങ്ങി. ആർക്കും ഒരു സംശയവുമില്ലല്ലോ, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ പറയാം. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 100 സീറ്റിന് മുകളിൽ ഞങ്ങൾ അധികാരത്തിലെത്തും, നമ്പർ 1. രണ്ടാമത് 12 മന്ത്രിമാർ അല്ലെങ്കിൽ 13 മന്ത്രിമാർ തോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 ഡസൻ അല്ലെങ്കിൽ 1 ഡസന് മുകളിൽ മന്ത്രിമാരെന്ന് പറഞ്ഞു. സംഭവിച്ചിരിക്കുന്നു. 5 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത രീതിയിൽ ഞങ്ങൾ വിജയിച്ചു കയറുമെന്ന് പറഞ്ഞു. അതും നടന്നിരിക്കുന്നു. സംഘപരിവാറുമായിട്ടുള്ള ഡീലല്ല എന്ന് പറയുവാൻ സാധിക്കുമോ? കാരണം വി ഡി സതീശൻ നടത്തിയ യാത്രകൾ എടുത്ത് പരിശോധിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സ്വർണ്ണപ്പാളി കട്ട SIT ചോദ്യം ചെയ്ത പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. കർണാടകത്തിലെത്തി NDA നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇത് കർണാടക കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടില്ല. കാരണം വി ഡി സതീശൻ പണ്ടേ സവർക്കറുടെയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഗുരുജിയുടെയും ഒക്കെ ഫോട്ടോയ്ക്ക് കുമ്പിട്ട് വണങ്ങി നിന്ന് മാല ചാർത്തി നിലവിളക്ക് കൊളുത്തി വന്ന പാരമ്പര്യമുണ്ട്. അത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് തന്നെ പറയുന്നുണ്ട്, വി ഡി സതീശന് ഹിന്ദു ഐക്യവേദിയുമായിട്ടും RSSുമായിട്ടും ബന്ധമില്ല എന്ന് നിഷേധിക്കട്ടെ എന്ന്. കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഒരിക്കലെങ്കിലും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേരെടുത്ത്, അതേപോലെ തന്നെ RSS എന്ന പേരെടുത്ത് വിമർശിക്കുന്ന കണ്ടിട്ടുണ്ടോ? സംഘപരിവാർ ശക്തികൾക്ക് എതിരെ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വി ഡി സതീശൻ പച്ചയ്ക്ക് പറഞ്ഞാൽ പകുതി കോൺഗ്രസും പകുതി RSSുമാണ്. പണ്ട് നമ്മൾ ഒരു പറച്ചിലുണ്ടായിരുന്നു, പകല് കോൺഗ്രസും രാത്രിയിൽ RSSും എന്ന് പറയുന്നത് പോലെ തന്നെ വി ഡി സതീശൻ ഡീൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറായിട്ടുള്ള ഒരാളെ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനാകാൻ പോകുന്നു എന്നുള്ള ഉത്തരവ് വെളിയിൽ വന്നിരിക്കുന്നു. കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഉത്തരം പറയണം. ബംഗാളിലും ഇതേപോലെ തന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ആയിരുന്ന ഒരാളാണ് സുവേന്ദു അധികാരിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നതെന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് വല്ലാത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും രാഹുൽ ഗാന്ധി വാതോരാതെ വർത്തമാനം പറയുകയും കോൺഗ്രസിന്റെ, അതായത് ഹൈക്കമാൻഡും ലോ കമാൻഡും അടക്കമുള്ള നേതാക്കന്മാര് വാതോരാതെ വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തേ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? കേരളത്തിൽ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന ഒരു മനുഷ്യനെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കാൻ പോകുന്നു. ഇത് ഡീലില്ല എന്ന് പറയാൻ സാധിക്കുമോ? കേരളത്തിൽ നടന്ന വി ഡി സതീശൻ അത്രയും കോൺഫിഡൻസോടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട സമയത്ത് ഇത്ര കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ പറയാം. 100 സീറ്റിന് മുകളിൽ 12 മന്ത്രിമാരധികം തോക്കും, അതേപോലെ തന്നെ 5 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണം പാളിക്കേസിൽ, അതായത് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടിച്ച് സ്വർണം കട്ടവന്റെ കൂടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് NDA നേതാവിന്റെ കൂടിക്കാഴ്ച നടത്തി ഡീൽ ഉറപ്പിച്ചിരുന്നു വി ഡി സതീശൻ. BJPയും